ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധി, സംസ്ഥാനത്ത് ഒരു MLA ജപ്തി ഭീഷണി നേരിടുന്ന ചോർന്നൊലിക്കുന്ന ഒരു വീട്ടിലാണ് താമസിക്കുന്നത് കേൾക്കുമ്പോൾ ആരായാലും സ്വാഭാവികമായിട്ട് വന്ന് അമ്പരക്കും. പറഞ്ഞു വരുന്ന നാട്ടിക MLA CC മുകുന്ദന്റെ കാര്യമാണ്. ഈ ചോർന്നൊലിക്കുന്ന വീട്ടിൽ തെന്നി വീണ് CC മുകുന്ദന് കാലിന് പരിക്കേറ്റിരിക്കുന്നു. വരുമ്പോൾ തന്നെ ഒരു 12:45 അപ്പോൾ വന്നിറങ്ങി എൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഈ വെള്ളം ഇവിടെ കെട്ടി നിൽക്കണം എനിക്ക് അറിയില്ലായിരുന്നു. വീട്ടുകാർ റൂം തുറന്ന് വന്നപ്പോൾ അങ്ങോട്ട് കടന്നോട് കൂടി വലത്തെ കാല് സ്ലിപ്പ് ചെയ്ത് പടിഞ്ഞാട്ട് പോയി. അതോടുകൂടി തല്ലിയലച്ച് ഇവിടെ വീണ് കയ്യുമ്പോൾ ചെറിയ പരിക്കും കൂടി എന്നത്തുണ്ടായി. നമ്മുടെ മസിലൊന്ന് ചതഞ്ഞിട്ടുള്ള ഫസ്റ്റ് അനിവാര്യമാണ്. ഒരു ജപ്തിയുടെ ഒരു ഭീഷണിയുണ്ട്. ഇപ്പം എന്താണ് അവസ്ഥ? എനിക്ക് തോന്നിയിട്ടുള്ള വെച്ചാൽ പലർക്കും ജപ്തി വരുമ്പോൾ ഞാൻ നോട്ടീസ് കൊടുക്കാറുണ്ട്, മന്ത്രിക്ക് കൊടുക്കാറുണ്ട്, കളക്ടർക്ക് കൊടുക്കാറുണ്ട്, തഹസിൽദാർക്ക് കൊടുക്കാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഞാൻ MLA ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്തേക്ക് വന്ന് ഭീഷണിപ്പെടുത്താതെ പോകുന്നു എനിക്ക് തോന്നുന്നു. എന്തായാലും അവർ ഇടയ്ക്ക് സൂചിപ്പിക്കും, സെക്രട്ടറി വിളിക്കും, ബാധ്യതയുണ്ട്, ബാധ്യത ഇടയ്ക്കിടയ്ക്ക് അടച്ചു തീർത്തുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ചെയ്യാനുള്ള ആവശ്യമാണ് അവർ ചെയ്യും. അപ്പോൾ ഞാൻ നിങ്ങൾ എന്താ നടപടി സ്വീകരിച്ചോ എന്ന് അവരോട് പറയേണ്ടായി. ഇത് ഇനിയിപ്പോൾ എങ്ങനെ അത് തീർക്കും? വലിയൊരു ആധി സ്വാഭാവികമായിട്ടും 5.5 സെൻറ്റ് ഭൂമിയാണ് എനിക്കുള്ളത്. 5.5 സെൻറ്റ് ഭൂമി ബാധ്യത കൂടുതൽ വരും, ജപ്തിയൊക്കെ വരുന്ന സമയത്ത് അത് വിറ്റ് എവിടെയെങ്കിലും ചെറിയ ഭൂമി മേടിച്ചിട്ട് ചെറിയ മാടം വെച്ച് താമസിക്കുന്നതാണ്.